നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേറെ ഏത് ദിവസം വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ അന്ന് ആ ദിവസം മാത്രം പറ്റില്ല. എന്താ അമ്മാവൻ ഇങ്ങനെ പറയുന്നേ? ആ ദിവസം എന്താ പ്രശ്നം? കൊട്ടാരത്തിലെ രാജകുമാരിയാ, എന്നാലും എന്തൊരു എളിമയാ. രതികമ്മയുടെ ഒരു പാവമാണമ്മേ. പാവം മാഡത്തിന് അമ്മയുമില്ല. വർമ്മ സാറാണെങ്കിൽ ഋതിക മാഡത്തിനോട് ഒരു അടുപ്പവും സ്നേഹവും കാണിക്കുന്നുമില്ല. പാവം രാജു, വർമ്മ സാറ് ഋതിക മോളെ നിന്നെ ഏൽപ്പിച്ച് വിടണോന്നുണ്ടെങ്കിൽ നിന്നോട് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാ. കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ആ കുട്ടിയെ കാത്തോളണം. ശരിയമ്മേ. ഋതു, നിനക്ക് എന്തു പറ്റി ശ്രീ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നിന്നെ ശ്രദ്ധിച്ചു. നിന്നെ ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. പറ ശ്രീ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മോളെ, അവൾക്കേ 1-2 ദിവസമായിട്ട് സുഖമില്ല. തലവേദനയാണ്, പനിയാണെന്നൊക്കെയാണ് പറയുന്നത്. പനിയോ? ശ്രീക്ക് പനിയൊന്നുമില്ലല്ലോ. അല്ല, ഇത് അങ്ങനെ എപ്പോഴും വരുന്ന പനിയല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം. ശ്രീ, നീ വാ, നമുക്ക് ആശുപത്രി പോവാം. ഋതു, എനിക്കിപ്പോ പനിയൊന്നുമില്ല. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ ചെന്ന് പഠിക്ക. ശ്രീ, അമ്മേ, ഈ ശ്രീക്ക് എന്താ പറ്റിയേ? ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ ആദ്യമായിട്ടാ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുന്നേ. അത് മോളെ, അവൾക്ക് ആശുപത്രി പോകുന്ന പണ്ടേ ഇഷ്ടയില്ല. മോള് വാ. നമസ്കാരം. തിരക്കിട്ട് വിളിപ്പിച്ചതിന് ക്ഷമിക്കണം. അതെ, വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ടാ വേഗം വരാൻ പറ്റുമെന്ന് ചോദിച്ചത്. നേരവും കാലവും കർമ്മവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. സാക്ഷാൽ സൃഷ്ടികർത്താവല്ലേ. ഓ, ഒരു ദേവപ്രശ്നം ഉണ്ടായിരുന്നു കിഴക്ക്. അത് പൂർത്തിയാക്കി ഇല്ലത്തേക്ക് എത്തിയപ്പോഴാ ഇവിടുന്ന് വിളി വന്നേ. ഇവിടത്തെ കുട്ടിയുടെ കാര്യമായോണ്ടേ എങ്ങനാ പിന്നത്തേക്ക് നീട്ടിവെക്ക. അതുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. എങ്കിൽ പിന്നെ സമയങ്ങളായിട്ടാ. വരൂ. അമ്മേ ഭഗവതി, അശ്വിൻ നാൾ ഉത്രാടം, ഋതിക കാർത്തിക നക്ഷത്രം. പൊരുത്തമുള്ള ജാതകങ്ങളാ. ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. വിവാഹശേഷം വിദേശത്തേക്ക് പോകാനല്ലേ തീരുമാനം? അതെ അതെ. പെൺകുട്ടിയുടെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം കാണുന്നുണ്ട്. പക്ഷേ
ചില തടസ്സങ്ങൾ കാണുന്നുണ്ടല്ലോ. ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രാർത്ഥനയിലൂടെ മാറാവുന്ന തടസ്സങ്ങളേ ഉള്ളൂ. ഏതൊരു ശുഭകാര്യത്തിനും ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നത് സാധാരണമാ. ഏറ്റവും ഉചിതമായൊരു ദിവസം ഞാൻ പറയാം. ജാതകവശാൽ ഈ വരുന്ന ജനുവരി 16-ന് നിശ്ചയം നടത്തുന്നതാണ് ശുഭം. നോ. എന്താടോ എന്തു പറ്റി? വേറെ ഏത് ദിവസം വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ അന്ന് ആ ദിവസം മാത്രം പറ്റില്ല. എന്താ അമ്മ അമ്മാവൻ ഇങ്ങനെ പറയുന്നേ? ആ ദിവസം എന്താ പ്രശ്നം? അന്നേ ഋതികയുടെ ബർത്ത്ഡേയാ. അതിന് പറയാം. എന്താണോ? എന്താ പ്രശ്നം? എന്താ വർമ്മ സാറേ ഇത്? എന്തിനാ ഈ ടെൻഷൻ? അന്നല്ലേ പെൺകുട്ടിയുടെ പിറന്നാള്. അതാണ് പ്രശ്നം. അന്ന് അവളുടെ പിറന്നാൾ മാത്രമല്ല, ആ ദിവസം ഞാൻ ഏറ്റവും വെറുക്കുന്നത്. ശരി, നോക്കട്ടെ. ജനുവരി 16-ന് ശേഷം മറ്റൊരു ദിവസം വിവാഹ നിശ്ചയത്തിന് പറ്റുന്നത് 4 മാസത്തിന് ശേഷമാ. വധൂവരന്മാർ ജനിച്ച മലയാള മാസത്തിൽ വിവാഹം പാടില്ല. കുംഭം, മീനം, മേടം, ഇടവം. ഇടവമാസം, അതായത് മെയ് 15-ന് ശേഷമേ പിന്നൊരു നല്ല മുഹൂർത്തമുള്ളൂ. അപ്പോഴേക്കും അശ്വിന്റെ ലീവൊക്കെ കഴിയും. പ്രതാപ, തന്റെ മാനസിക ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ താൻ ഞങ്ങളുടെ സാഹചര്യം കൂടെ ഒന്ന് മനസ്സിലാക്ക്. ഡോ, ഋതിയുടെ പിറന്നാൾ ദിവസം തന്നെ അവരുടെ നിശ്ചയം നടന്നാൽ അത് അവർക്ക് മറക്കാനാവാത്ത ഓർമ്മയാവില്ലേ? ആ ദിവസം നിശ്ചയം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമേ നമുക്ക് കുട്ടികളുടെ വിവാഹം നടത്താനാവൂ. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.